ബഹുമാനപ്പെട്ട അഷ്റഫ് മൗലവി മൂവാറ്റുപുഴയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ആദ്യമായി കോഴിക്കോട് ജില്ല നടത്തിയ ഈ സംഘാടന മികവിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നേതൃപരമായി അതിന് പങ്കുവഹിച്ച ജില്ലാ പ്രസിഡന്റ് മുതൽ ബ്രാഞ്ച് പ്രസിഡന്റ് വരെയുള്ള നേതൃത്വവും കരുത്തുറ്റ വനിതാ സംഘാടനം നടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ വിമ്മിൻ്റെ നേതൃത്വവും പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും ഓരോ കുടുംബാംഗങ്ങളും വളരെ കൃത്യമായി സമയബന്ധിതമായി ആത്മാർത്ഥമായി പണിയെടുത്തത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് തീരുമാനിച്ച ഒരു ജാഥയുടെ സ്വീകരണ പരിപാടി ഇത്രയും വിപുലമാക്കാൻ സാധ്യമായത്. അതിൻ്റെ മുഴുവൻ ഘടകത്തോട് ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ശേഷം കോഴിക്കോടിൻ്റെ ആ തനിമയാർന്ന സംസ്കാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് നല്ല മനസ്സോടെ ഈ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. സുദീർഘമായ ഒരു സമാപന പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ ജാഥ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റം എന്നതാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വേദിയിൽ സന്ദേശം നൽകിയ VT ഇക്രാമുൽ ഹക്ക് ഉൾപ്പെടെ ഉദ്ഘാടകൻ ഉൾപ്പെടെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു യാദർച്ഛികമായ ഒരു സന്ദേശമല്ല, സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, ചരിത്രപരമായി പ്രാധാന്യമുള്ള കാര്യമാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കണം. അപ്പം എന്തായിരുന്നു രാജ്യം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. കാരണം ഇന്ന് സംഘപരിവാർ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാതും മുളച്ച കാലം മുതൽ നാം കേൾക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നവരാണ് ആര്യന്മാർ എന്ന ആ ചരിത്രം. അവിതർക്കിതമായ വസ്തുതയാണ്. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന അധിനിവേശ ശക്തികളാണ് ഈ രാജ്യത്ത് ആര്യന്മാർ എന്ന വസ്തുത. ഇന്നത് പറയൽ കുറ്റകൃത്യമാക്കിക്കൊണ്ടിരിക്കുന്നു സംഘപരിവാർ ഗവൺമെൻറ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് രാജ്യത്തിനൊരു ചരിത്രമുണ്ടായിരുന്നത് മാനവികതയുടെ ചരിത്രമായിരുന്നു. ആദിമ ദ്രാവിഡ സമൂഹത്തിൻ്റെ ചരിത്രമായിരുന്നു. വൈവിധ്യങ്ങളെ സ്വീകരിച്ച ചരിത്രമായിരുന്നു. മതവിശ്വാസമുള്ളവരും മതവിശ്വാസമില്ലാത്തവരും ഒരുമയോടെ ജീവിച്ച ചരിത്രമായിരുന്നു. കലാപകലുഷിതമായിരുന്നില്ല ആദിമ ദ്രാവിഡ ഇന്ത്യ എന്ന ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധ്യമാകും. ഭാഷാ വൈവിധ്യങ്ങളുടെ രാജ്യമായിരുന്നു ഇന്ത്യ രാജ്യം. അവനവൻ്റെ ആരോഗ്യം കൊണ്ട് വനാന്തരങ്ങളിൽ നിന്നും ലഭ്യമാകുന്നതുൾപ്പെടെ ശേഖരിച്ച് സന്തോഷത്തോടെ വൈവിധ്യങ്ങൾ അംഗീകരിച്ചും ആദരിച്ചും ജീവിച്ചിരുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ കവർച്ച ചെയ്തത് അല്ലെങ്കിൽ ആ രാഷ്ട്ര നന്മയെ തകർത്തത് ഇന്ത്യ രാജ്യത്തെ കടന്നു വന്ന ആര്യന്മാരായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രനിവാസികൾക്ക് മതത്തിൻ്റെ പേരിൽ അവർ അടിമത്തം വിധിച്ചിരുന്നില്ല. രാഷ്ട്രീയമായ അടിമത്തമാണ് അവർ വിധിച്ചത്. രാഷ്ട്രീയമായ അടിമത്തമായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് വിധിച്ചത്, നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ ആത്മീയതയുടെ പേരിൽ ഒരു രാഷ്ട്രനിവാസികളെ വിഭജിച്ച് നിർത്തി വ്യത്യസ്തമായ തൊഴിൽ അവർക്ക് ചെയ്യാൻ അവരോട് കൽപ്പിച്ച് ആ തൊഴിൽ ചെയ്യുന്നവന് ജാതിയുടെ ചേരുവയുണ്ടാക്കി കൊടുത്ത് ആ ജാതിക്ക് അധമത്വം പ്രഖ്യാപിച്ച് ബുദ്ധിപരമായി രാഷ്ട്രനിവാസികളെ അടിമവൽക്കരിച്ച ഒരു ഭീകര പ്രത്യയ ശാസ്ത്രമായിരുന്നു ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദിമ ദ്രാവിഡ സമൂഹത്തിൻ്റെ മാനവികത ഇന്ത്യ തകർത്തു. പിന്നീട് 4000 വർഷം ഇന്ത്യയിൽ എന്തരങ്ങേറിയെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ വർണ്ണാശ്രമ വ്യവസ്ഥിതിക്ക് വിധേയമായ ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രനിവാസികളെ, സ്വദേശികളെ മനുഷ്യരായി കാണാത്ത
ഒരു ഭീകര സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഇന്ത്യ രാജ്യത്ത് അവർ വളർത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയ ആ ന്യൂനപക്ഷം വരുന്ന ജനങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്തെ ആര്യവംശീയവാദികളുടെ ചരിത്രം ഇന്ത്യയുമായി ബന്ധമുള്ള ചരിത്രമല്ല. അവർ വിദേശികളാണ്, ഇങ്ങോട്ട് കടന്നു വന്നവരാണ്. ഈ രാജ്യക്കാരായ ഒരാൾ പോലും ആര്യനായിട്ടില്ല. നമ്മൾ തിരിച്ചറിയണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ ഞാൻ നാളെ മുതൽ ബ്രാഹ്മണനാകാമെന്ന് തീരുമാനിച്ചാൽ ബ്രാഹ്മണനാകാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം ഈഴവനാണ്, തീയനാണ് എന്നതുകൊണ്ട് അവർ അതിനെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന ആര്യവംശീയവാദികൾ പെരുകിയ ഒരു ന്യൂനപക്ഷത്തിന് പുറത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധമുള്ള, ഈ രാജ്യത്തിൻ്റെ മണ്ണുമായി ബന്ധമുള്ള ഒരാളും അവരോടൊപ്പം ചേർന്നിട്ടില്ല. ആ കടന്നു വന്ന ന്യൂനപക്ഷം ഇന്ത്യ രാജ്യത്തെ മതവും രാഷ്ട്രീയവും കൈകാര്യം ചെയ്ത് അടിമവൽക്കരിച്ച് അധമത്വത്തിലേക്ക് തള്ളിയിട്ടു. അതായിരുന്നു രാജ്യത്ത് നിലനിന്നിരുന്നത്. അവിടെയാണ് വഴി നടക്കാൻ അവകാശമുണ്ടാകാതിരുന്നത്, അവിടെയാണ് വേതനം കിട്ടാതിരുന്നത്, അവിടെയാണ് കോരന് വീണ്ടും കുമ്പിൾ തന്നെ കഞ്ഞി എന്ന പ്രയോഗം രൂപപ്പെട്ടത്. അവിടെയാണ് ഈ രാജ്യത്തെ ഏതെങ്കിലും നായർ തറവാട്ടിൽ ഒരാൾ വിവാഹം ചെയ്താൽ ആ വീട്ടിലേക്ക് ഭർത്താവിനെ മാറ്റിവെച്ചിട്ട് തമ്പറാൻ കടന്നു വരുന്ന ആ മാനവിക വിരുദ്ധമായ ഒരു സാഹചര്യം നിലനിന്നിരുന്നത്. അങ്ങനെ പൊതുസദസ്സിൽ പറയാൻ പറ്റാത്ത ഉച്ചനീചത്വങ്ങളുടെ, അസമത്വത്തിൻ്റെ, അകറ്റി നിർത്തലിൻ്റെ, അന്യവൽക്കരണത്തിൻ്റെ, ഭീകരതയുടെ ആയിരത്താണ്ട് വർഷങ്ങൾ ഈ രാജ്യത്ത് നിലനിന്നു. ഈ രാജ്യത്തിൻ്റെ സ്വദേശികൾ അതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പിന്നീട് അതിന് ചില മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നാം തിരിച്ചറിയണം, ക്രിസ്തുമതം ഇന്ത്യയിലേക്ക് വന്നു. കുറെ ആളുകൾ ക്രിസ്ത്യാനികളായി. ആരാ ക്രിസ്ത്യാനികളായത്? ഈ രാജ്യത്തെ തൊട്ടുകൂടാത്തവർ, അകറ്റി നിർത്തപ്പെട്ടവർ. അവർ ക്രിസ്തുമതം സ്വീകരിച്ച് സാമൂഹ്യമായി വിമോചനം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. കുറെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഞാൻ പറയുന്നു, നമ്മുടെ എല്ലാം പൂർവികരുടെ ഒരുപക്ഷെ പാരമ്പര്യം തേടിപ്പോയാൽ അവരൊന്നും ഈ രാജ്യത്തേക്ക് കടന്നു വന്നവരല്ല, മറിച്ച് ഈ രാജ്യത്തെ തീയനോ യാദവനോ വിശ്വകർമ്മച്ചനോ നായരോ, കാരണം നായർ ശൂദ്രനാണ്. ഇന്നാണ് സാമൂഹ്യമായ മേൽക്കൈ കേരളത്തിൽ കിട്ടിയത്. അങ്ങനെ തൊട്ടുകൂടാതെ അടിമകളാകാൻ വിധിക്കപ്പെട്ട സഹോദരൻ അയ്യപ്പന്റെ ഭാഷയിൽ പറഞ്ഞാൽ അകറ്റി നിർത്തപ്പെട്ടവൻ, തൊട്ടുകൂടാത്തവൻ പോയി തൊപ്പിയിട്ട് വന്നപ്പോൾ പരിഗണിക്കപ്പെടുന്ന സാമൂഹ്യ സ്ഥിതി എന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് നമ്മുടെ പൂർവികർ ആ വ്യവസ്ഥയിൽ മോചനം കിട്ടാൻ വിമോചനത്തിന്റെ ദൈവിക വ്യവസ്ഥയെ ഇസ്ലാം സ്വീകരിച്ച് വിമോചിതരായി. എന്നാൽ അവശേഷിക്കുന്ന രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനവിഭാഗം വീണ്ടും ഈ അധമത്വത്തിൽ കഴിയുമ്പോൾ, മനുഷ്യനായി പരിഗണിക്കാതിരിക്കുമ്പോൾ, പിന്നീട് അത് പരിഗണിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം രാജ്യത്തുണ്ടായത് മഹാനായ ഭീംറാവ് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായ ഒരു ഭരണഘടന രൂപം കൊണ്ട്, ഭരണഘടനയ്ക്ക് വിധേയമായി ഇന്ത്യ രൂപം കൊണ്ടപ്പോൾ മാത്രമാണ് ഈ വസ്തുത നമുക്ക് മറക്കാൻ സാധ്യമല്ല. ഭരണഘടനയ്ക്ക് വിധേയമായ ഇന്ത്യ അഥവാ രാജ്യത്തിൽ നിയമപുസ്തകമുണ്ടായി. മനുസ്മൃതിയല്ല രാജ്യത്തിന്റെ നിയമപുസ്തകം, ഖുർആനല്ല രാജ്യത്തിന്റെ നിയമപുസ്തകം, ബൈബിളല്ല രാജ്യത്തിന്റെ നിയമപുസ്തകം, ഗ്യാസ് ക്യാപിറ്റലിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ല ഇന്ത്യ രാജ്യത്തിന്റെ നിയമപുസ്തകം. ഇന്ത്യ രാജ്യത്തിന്റെ നിയമപുസ്തകം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ നിർമ്മിച്ച ഇന്ത്യ രാജ്യത്തിന്റെ നിയമപുസ്തകം അഥവാ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന രാജ്യത്ത് രൂപം കൊണ്ടപ്പോൾ അസ്പൃശ്യത നിയമവിരുദ്ധമായി വളരെ കൃത്യമായി മാനവികതയിലൂന്നിയൊരു നിലപാട് മുന്നോട്ട് വെച്ചു. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തുല്യരാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തുല്യരാണ്. അവർക്കിടയിൽ വിഭജനം പാടില്ല, വിവേചനം പാടില്ല, തൊട്ടുകൂടായ്മ പാടില്ല. പൗരന്മാരെ തുല്യരായി കാണണമെന്ന് പറയുന്ന, പൗരന്മാർക്ക് തുല്യാവകാശം നിയമപരമായി സംരക്ഷിച്ചു കൊടുക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന രൂപം കൊണ്ടതു. ആ ഭരണഘടനയാണ് ഈ രാജ്യത്തിന്റെ മതഗ്രന്ഥം. അതാണ് രാജ്യത്തിന്റെ പ്രത്യയ ശാസ്ത്രം. അതാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന് വഴികാട്ടിയായി വർത്തിക്കുന്നത്. അതിന് വിധേയമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അഥവാ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തെയും അടിമകളായി കണ്ടിരുന്ന സാമ്പ്രദായിക ബ്രാഹ്മണ്യത്തിന്റെ താല്പര്യത്തിന് എതിരാകുന്നു മുഴുവൻ ആളുകളെയും മനുഷ്യരായി കാണുന്ന ഇന്ത്യയുടെ ഭരണഘടന എന്നതുകൊണ്ടാണ്
ഭരണഘടന രൂപകൽപ്പന ചെയ്തതിന്റെ പൂർണ്ണത പ്രഖ്യാപിക്കുന്നതിന്റെ പിറ്റേ ദിവസം ഓർഗനൈസർ ഉൾപ്പെടെയുള്ള സവർണ ബ്രാഹ്മണിക്കൽ സംഘപരിവാർ പത്രങ്ങൾ കൃത്യമായി ലോകത്തോട് പറഞ്ഞത് ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഈ ലോകം അംഗീകരിക്കുന്ന മനുസ്മൃതിയിൽ നിന്നും ഒന്നും അതിലില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പുലയനും പറയനും കൊശവനും മരം വെട്ടിയും മണ്ണ് വെട്ടിയും മുക്കുവനും ഈഴവനും തീയവനും യാദവനും വിശ്വകർമ്മച്ചനും ദ്രാവിഡനും ഉൾപ്പെടെ സർവരും തുല്യരാണെന്ന് പറയുന്ന ഒരു ഭരണഘടന സ്വീകാര്യമല്ല എന്ന് ഈ രാജ്യത്ത് പരസ്യമായി നിലപാട് സ്വീകരിച്ചു സംഘപരിവാർ അഥവാ ഗോൾവാൾക്കറിനും ബ്രാഹ്മണിക്കൽ ഗുണ്ടായിസം. ആ ചരിത്രം നമുക്ക് ബോധ്യമുണ്ടാകണം. ഇന്ത്യ രാജ്യത്ത് ഒരു നിർണായകമായ കാര്യമാണ്. രാജ്യത്തൻ ദ്രവീഡിയൻ കൾച്ചറിനെ തകർത്തവർക്കിടയിൽ നിന്നും രാജ്യത്തിന്റെ ജനതയ്ക്ക് വിമോചനം കിട്ടുകയാണ്. ആത്മാഭിമാന ബോധത്തോടെ ഞാനും ജനാധിപത്യ ഇന്ത്യയുടെ പൗരനാണെന്ന് പറയാനുള്ള ഒരവകാശം വകവെച്ച് കിട്ടുമ്പോൾ അത് സ്വീകാര്യമല്ല എന്ന നിലപാട് സ്വീകരിച്ച വൈദേശിക ബ്രാഹ്മണ്യമുണ്ട്. അവരാണ് ഇന്നും ഈ രാജ്യത്ത് അതേ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, നമുക്ക് പറയേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ച് രാജ്യത്തെ വീണ്ടെടുക്കണമെന്ന്. നാം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ സന്ദേശം അതാണ്. രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം. സംഘപരിവാർ ഭരണഘടന അംഗീകരിക്കുന്നില്ല, സംഘപരിവാർ മൂല്യങ്ങളെ സ്വീകരിക്കുന്നില്ല, മനുഷ്യത്വം അവർക്ക് സ്വീകാര്യമല്ല. ഞാനിത് പറയുന്നത് ബ്രാഹ്മണ്യത്തിന്റെ ബുദ്ധിക്കോപരങ്ങൾ സൃഷ്ടിച്ച RSSന് വേണ്ടി കുറുപടി എന്തുന്ന ഏതെങ്കിലും പിന്നാക്ക ഹിന്ദുവിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ പട്ടികവർഗക്കാരനെ കുറിച്ചല്ല, ധീവര സമുദായത്തിലോ മുക്കുവ സമുദായത്തിലോ അതുപോലെയുള്ള ഏതെങ്കിലും സഹോദരങ്ങളെ കുറിച്ചല്ല. അവരബദ്ധത്തിൽ പെട്ടുപോയതാണ്. കാരണം അവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, RSS രൂപം കൊടുത്തതവാ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുൻഗാമികൾ രൂപം കൊടുത്ത സംഘപരിവാറിന്റെ അജണ്ടയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ ബീഹാറിൽ ബീഹാറിൽ ജാതി സെൻസസ് നടപ്പിലാക്കി. എന്താ കണക്ക് കിട്ടുമ്പോൾ 81% ബീഹാറിന്റെ ജനത അവർണ ജനതയാണ്. 81%, 91% അവർണ ജനതയാണ് ബീഹാറിന്റെ ജനത. ഇന്ത്യ രാജ്യത്ത് മുഴുവനും ജാതി സെൻസസ് എടുക്കണമെന്ന് പറയുമ്പോൾ RSS ഗവൺമെന്റ് എതിര് നിൽക്കുന്നു, പിണറായി ഗവൺമെന്റും എതിര് നിൽക്കുന്നു. എന്താ അതിന്റെ കാരണം? ജാതി തിരിച്ച് കണക്കെടുത്താൽ ഈ രാജ്യത്തിന്റെ അവർണ ഭൂരിപക്ഷത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി തിരിച്ചറിയും എന്ന് മാത്രമല്ല അവർ എത്രത്തോളം വലിയ വോട്ട് ബാങ്കാണെന്നും തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ബുദ്ധികോമരങ്ങൾ വൈദേശിക ആര്യ ബ്രാഹ്മണ്യം ഒരു നിലപാട് സ്വീകരിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പൗരാവകാശത്തിന് അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിന് പരിഗണന കൊടുക്കുന്ന ഒരു ഭരണഘടന വരാൻ സാധ്യതയുണ്ട്. കാരണം സമര പോരാളികളുടെ പരിഗണനയിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ബുദ്ധിജീവി പട്ടികയിൽ BR അംബേദ്കർ ഉണ്ട്. അങ്ങനെ പലരും ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് ഒരു പക്ഷേ അത്തരമൊരു ഭരണഘടന വരാൻ സാധ്യതയുണ്ട്. അതിനെ മറികടക്കാൻ നമുക്കൊരു സംവിധാനം വേണം. അഥവാ ഈ രാജ്യത്ത് നാം അടിമകളാക്കിയവരെ തന്നെ ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്ത് മനുസ്മൃതി നടപ്പിലാക്കാൻ നമുക്കൊരു സംവിധാനം എന്ന ആലോചനയിൽ നിന്നും രൂപം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് RSS എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നാം സമൂഹത്തോടത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണ് RSS രൂപം കൊള്ളുന്നത്. എന്നിട്ടോ ഇന്നത് ഈ രാജ്യത്തെ കീഴാളനെ കൂടെ നിർത്തി മുസ്ലിം വിരുദ്ധത പറഞ്ഞ്, ക്രൈസ്തവ വിരുദ്ധത പറഞ്ഞ്, പള്ളികൾ പൊളിക്കുമെന്ന് പറഞ്ഞ്, സത്യത്തിൽ ഈ രാജ്യത്തിന്റെ പട്ടികവർഗക്കാരന്, ഈ രാജ്യത്തിന്റെ തീയനും സാധാരണക്കാരും ധീവര സമുദായക്കാരും ഉൾപ്പെടെ അതാണോ ആവശ്യമുള്ളത്? അല്ലെങ്കിൽ ശ്രീരാമനെ ആരാധിക്കുന്ന എത്ര പേര് കേരളീയ ഹൈന്ദവ സമൂഹത്തിലുണ്ട്? പക്ഷേ ചിലതിനെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് പരസ്പരം തമ്മിലടിക്കാൻ, രക്തബന്ധുക്കൾക്ക് തമ്മിലടിക്കാൻ ചിലതവരെ സൃഷ്ടിച്ചു തന്നു. നാം പരസ്പരം തല്ലിക്കൊല്ലുന്നു, പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുന്നു. കോഴിക്കോട് നിന്നുകൊണ്ട് ഞാൻ പറയുമ്പോൾ കോഴിക്കോടിന്റെ മാറാട് തീരദേശത്ത് നടന്ന അതിദാരുണമായ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന രണ്ട് സമൂഹങ്ങൾ സംഘർഷത്തിൽ ഏർപ്പെട്ടെങ്കിൽ നാം തിരിച്ചറിയേണ്ടത് സവർണ രാഷ്ട്രീയക്കാരാണ് രണ്ട് വിഭാഗങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ RSS രൂപം കൊടുത്തു. RSSന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി
ഹൈന്ദവ ഏകീകരണം പറഞ്ഞ് ഈ ഇരകളാക്കപ്പെട്ടവരെ തന്നെ ഉപകരണമാക്കി മാറ്റി സവർണ ബ്രാഹ്മണ്യത്തിന് നിയമാനുസരണ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പാർലമെന്ററി സ്വാധീനം ഉണ്ടാക്കാൻ 100 വർഷമായി ഒരു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ പരിശ്രമം ഇന്ന് അതിന്റെ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് നാം വിചാരിക്കുമ്പോൾ ഇതിനിടയിൽ അവർ ചെയ്തത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ബൗദ്ധിക തലങ്ങളെ അവർ സ്വാധീനിച്ചു. കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ബ്രാഹ്മണ്യത്തിന്റെ രാഷ്ട്രീയമാണ്. അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചത് അതിന്റെ സംഘാടകർ അതിന്റെ ആശയം നിർമ്മിക്കുന്നതിൽ ബ്രാഹ്മണ്യത്തിനായിരുന്നു സ്വാധീനം. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടി 3/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇവിടുത്തെ പട്ടികവർഗക്കാരന്റെ, ഇവിടുത്തെ പിന്നാക്കക്കാരന്റെ, മതന്യൂനപക്ഷങ്ങളുടെ, തീരദേശ ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ തൊഴിലും അവരുടെ ഭൂമിയും അവർ കിട്ടേണ്ട വിഭവങ്ങളും ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട പദ്ധതികൾ മുഴുവനും ഈ ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണ്യത്തിന്റെ താല്പര്യത്തിന് മാറ്റിവെച്ചു. അതുകൊണ്ട് ഇന്നും ഈ രാജ്യത്ത് സാമൂഹ്യമായി വലിയ മുന്നോക്കം പോകാതെ ആ ഒരു പിന്നാക്കാവസ്ഥയിൽ കഴിയേണ്ട ഒരവസ്ഥ, അഥവാ ഞങ്ങൾക്ക് സംവരണം വേണം, ഞങ്ങൾക്ക് ഉദ്യോഗം വേണം, ഞങ്ങൾക്ക് ഭൂമി വേണം, വിശപ്പടക്കാൻ അന്നം വേണം, കൃഷി ചെയ്യാൻ സൗകര്യം വേണം, അല്ലെങ്കിൽ കർഷകർക്ക് ആനുകൂല്യം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ട ഒരു ദുരവസ്ഥയിൽ സ്വാതന്ത്ര്യാനന്തരം 3/4 നൂറ്റാണ്ട് പോകേണ്ടി വന്നത് വോട്ട് ചെയ്യാത്തത് കൊണ്ടല്ല, പാർട്ടിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട്, മറിച്ച് നാം ഇതുവരെ പ്രവർത്തിച്ചത് ബ്രാഹ്മണ്യം നടപ്പിലാക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിലാണ്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലാണ്, അല്ലെങ്കിൽ സോഷ്യലിസത്തിന്റെ മുഖംമൂടി അണിഞ്ഞ അത്തരം പ്രസ്ഥാനങ്ങളിലാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തോട് ആശയത്തിൽ മത്സരിക്കുന്ന പിന്നാക്ക ന്യൂനപക്ഷത്തിന്റെ അജണ്ടകളോട് താല്പര്യമില്ലാതെ വഴിമാറി സഞ്ചരിക്കുന്ന 30 കൊല്ലമായി വഴിമാറി സഞ്ചരിക്കുന്ന സമുദായ പാർട്ടികളിലാണ്. അതാണ് നമ്മുടെ പ്രശ്നം, അതാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. അതുകൊണ്ട് നമ്മൾ രാജ്യത്തെ വീണ്ടെടുക്കണമെന്ന് പറയുമ്പോൾ ആലോചനാപൂർവമുള്ള സമീപനമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇന്നെന്താണ് രാജ്യത്തിന്റെ പ്രശ്നം? ഈ രാജ്യത്തെ നമുക്ക് നോക്കാം. ഞാൻ ദീർഘമാക്കുന്നില്ല. ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗത്തിന്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗത്തിന്റെ അവന്റെ സാമൂഹ്യമായ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? അതാണല്ലോ സംവരണ കോട്ട പൂർത്തിയാക്കാൻ എന്നും സാധ്യമായിട്ടില്ല. സംവരണത്തെ പോലും തകർത്തുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടുണ്ട്. ആരുടെ? ഇന്ത്യ രാജ്യത്തെ 91% ജനതയുടെ. കണക്ക് പറഞ്ഞാൽ 130 കോടി ജനത ഇന്ത്യയിലുണ്ടെങ്കിൽ 120 കോടി ജനതയുടെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത 3/4 നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ അധികാരത്തെയാണ് സംഘടിപ്പിച്ചതും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതും. അതായിരുന്നു നമ്മുടെ പ്രതിസന്ധി. അത് രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമാണ്, അത് ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമല്ല. മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭരണഘടനാപരമായി നോക്കിയാൽ അത്തരം ഒരു പ്രശ്നമില്ല. പക്ഷേ അത്തരം ഒരു വിഭാഗത്തിന്റെ സംസ്കാരത്തിന് സംഘപരിവാർ കൈയോങ്ങുന്നുവെങ്കിൽ അത് രാജ്യത്തിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്കെതിരെ വംശീയ കലാപം നടക്കുന്നു. എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്ത് ഓരോ മിനിറ്റിലും ഒരു ദളിത് സഹോദരൻ ആക്രമിക്കപ്പെടുന്നു. ഇതെല്ലാം നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ആദിമ ദ്രാവിഡ രാജ്യത്തിന്റെ ഒരു മഹിതമായ ചരിത്രമുണ്ടായിരുന്നു. അതിനെ തകർത്ത ആര്യ ബ്രാഹ്മണ്യത്തിന് ശേഷം ജനാധിപത്യത്തിന്റെ രൂപം കൊണ്ട് ഭരണഘടനാ വിധേയമായി എല്ലാവരുടെയും വോട്ടിന് ഒരു പവർ എന്ന് വന്നപ്പോൾ വോട്ട് തട്ടുന്നതിന് വേണ്ടി സംഘപരിവാർ ബ്രാഹ്മണ്യം ഏകീകരണത്തിന്റെ അജണ്ടയുമായി രംഗത്ത് വരുമ്പോൾ ആ അപകടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഭരണഘടനയില്ലാത്ത നാളുകൾ മനുസ്മൃതിയുടെ ആ അധിനിവേശത്തിന്റെ കാലഘട്ടത്തിന്റെ ഒരു നാടുകളിലേക്ക് മടങ്ങിപ്പോകുമെന്ന ബോധം ഓരോ പൗരന്മാർക്കും ഉണ്ടാകണം. ഏതെങ്കിലും ചില ആളുകളുടെ പ്രശ്നമല്ല, വളരെ കൃത്യമായി നമുക്ക് ധാരണയുണ്ടാകണം. അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ വിട്ടിക്രാമ്പുലൊക്കെ പറഞ്ഞു ഭരണഘടന ആമുഖം തന്നെ വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ ഭരണഘടന വായിക്കണം, തലമുറയെ കൊണ്ട് വായിപ്പിക്കണം. അങ്ങനെ രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയില്ലാത്ത ഇന്ത്യക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആദിമ ദ്രാവിഡ സമൂഹത്തിന്റെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെയും ആ നന്മയുടെ സംസ്കാരം, ആ നിയമവാഴ്ചയുടെ സംസ്കാരം, അതിന്റെ വീണ്ടെടുപ്പ് രാജ്യത്തുണ്ടാകണം. തെരുവിൽ ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല. എത്ര ഭീകരമാണ്! ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, 30 കോടി വരുന്ന അല്ലെങ്കിൽ 25 കോടി വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഈ രാജ്യത്തിന്റെ ക്രൈസ്തവർ, ഈ രാജ്യത്തിന്റെ പട്ടികവർഗക്കാർ, ഈ രാജ്യത്തിന്റെ പിന്നാക്കക്കാർ,
ഇവരെക്കാളുള്ള തെരുവിൽ തല്ലിക്കൊല്ലുന്നത്. അവരൊന്ന് തിരിഞ്ഞു നിന്നാൽ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം എന്താകും? രാജ്യത്തിന്റെ സാമൂഹ്യ സ്ഥിതി എന്താകും? അങ്ങനെ ആരും തിരിഞ്ഞു നിൽക്കേണ്ടവരല്ല. ഭരണഘടന നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് എന്ന ജനാധിപത്യത്തിന്റെ ന്യായമായ സന്ദേശം സമൂഹത്തിന് പഠിപ്പിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ദൗത്യമാണ് ഈ യാത്രയിലൂടെ, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ആശയത്തിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സന്ദേശം കൂടി ഞാൻ ഇവിടെ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യയെ വീണ്ടെടുക്കണം, അഥവാ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഭരണഘടനാ മൂല്യങ്ങൾ നിലനിൽക്കാത്ത ഇന്ത്യ അരാജകത്വത്തിന്റെ ഇന്ത്യ. ആർക്കാണ് സ്വസ്ഥത കിട്ടുക? ആർക്കാണ് സമാധാനം കിട്ടുക? ഓരോ മത സാമൂഹിക വിഭാഗങ്ങളും പരസ്പരം അവനവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വയം സംഘടിതരാകണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ അവരവർ പള്ളികൾ സംരക്ഷിക്കുന്ന, അവരവർ ക്ഷേത്രം സംരക്ഷിക്കുന്ന, അവരവരുടെ ആരാധനാലയങ്ങളും കേന്ദ്രങ്ങളും വസ്തുവകളും സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യം പോയാൽ ദൈവം കാക്കട്ടെ, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ആകാതിരിക്കാൻ ഭരണഘടന വെച്ചുകൊണ്ട് നമ്മൾ കാവലിരിക്കണം. ഈ പറയുന്നത് കുഴപ്പത്തിന്റെ സന്ദേശമാണെന്ന് സംഘപരിവാർ പറയാം. അതുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അതിന് കാവലിരിക്കണം. ഈ സന്ദേശമാണ് എനിക്ക് കൈമാറാനുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ പാർട്ടിയെ സംബന്ധിച്ച്, ഈ പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കുന്നതിന് ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, പൂർവ്വകാല രാഷ്ട്രീയം പ്രശ്നമല്ല, മതമില്ല എന്നതും ഒരു പ്രശ്നമല്ല. ആർക്കും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാം. മതമില്ലാത്തവൻ മതമുള്ളവനെ നിന്ദിക്കാൻ പാടില്ല. വളരെ കൃത്യമായി ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു കൃത്യമായ മതനിരപേക്ഷതയുണ്ട്, അഥവാ മതേതരത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രഘടനയിൽ മതമുണ്ടാകാൻ പാടില്ല. രാജ്യത്തെ അപായപ്പെടുത്തുകയാണ്, ബ്രാഹ്മണ്യവൽക്കരിക്കുകയാണ്, മാനവിക വിരുദ്ധമായ ആശയങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തെ അടിമവൽക്കരിക്കുന്നതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല. ഈ ധാരണയോടെ ചരിത്രബോധത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധ്യമാകണം. ഇത്തരം അപകടത്തിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കാൻ ജനമുന്നേറ്റം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മുന്നേറ്റമാണ്. അത് ജനാധിപത്യത്തിന്റെ മുന്നേറ്റമാണ്. രാഷ്ട്രഭൂരിപക്ഷം ജാതിയും മതവും മറന്ന്, ദേശം മറന്ന്, ഇന്ത്യ എന്ന അഥവാ നമ്മുടെ രാജ്യമെന്ന ആ ഒരു താല്പര്യത്തോടെ ഭരണഘടനയാണ് ഇന്ത്യ. ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട്, ഭരണഘടനയാണ് ഇന്ത്യയെ നിലനിർത്തുന്നത്. നമ്മുടെ അഖണ്ഡതയെ കാത്തു സൂക്ഷിക്കുന്ന ഭരണഘടനയാണ്. ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് ഭരണഘടനയാണ്. അവകാശങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് ഭരണഘടനയാണ്. ഭരണഘടനാപരമായ അവകാശം നിഷേധിക്കപ്പെട്ടാൽ അത് കോടതി വ്യാപകാരത്തിന് വിധേയമാണ്. കോടതിയാണ് പരിഹരിച്ചു തരേണ്ടത്. പക്ഷേ അത്തരം സർവ്വ സംവിധാനങ്ങളും ഈ ബ്രാഹ്മണ്യത്തിന്റെ താല്പര്യത്തിന് മാത്രം വിധേയമായി പോയാൽ രാജ്യത്തെ അരാജകത്വമുണ്ടാകും. മറ്റ് സംഘപരിവാറിന് നഷ്ടമില്ല. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരല്ല. സ്വാതന്ത്ര്യ സമരത്തിന് നായകത്വം വഹിച്ച നമ്മുടെ എല്ലാം പൂർവ്വസൂരികളുണ്ട്. അവരുടെ പോരാട്ടത്തിലൂടെ, ജീവാർപ്പണത്തിലൂടെ, അവരുടെ ത്യാഗത്തിലൂടെ, അവരുടെ സമർപ്പണത്തിലൂടെ, അവർ സർവ്വതും അതിനുവേണ്ടി വിനിയോഗിച്ചതിലൂടെ, ജീവാർപ്പണത്തിലൂടെയാണ് വൈദേശികനെ കെട്ടുകെട്ടിച്ച് ജനാധിപത്യത്തിന്റെ സൃഷ്ടിച്ചു തന്നതെങ്കിൽ, ഭരണഘടനയ്ക്ക് വിധേയമായ രാഷ്ട്രത്തെ നൽകിയതെങ്കിൽ അത് സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന് ജനാധിപത്യപരമായ മുന്നേറ്റം ഉണ്ടാകണമെന്ന സന്ദേശമാണ് ഈ ജാഥ മുന്നോട്ട് വെക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാം ഓരോരുത്തരും രാഷ്ട്രീയ സംഘാടകരായി മാറണം. നാം ഓരോരുത്തരും രാഷ്ട്രീയ പ്രവർത്തകരായി മാറണം. നാം രാഷ്ട്രീയത്തെ ഏറ്റെടുത്തുകൊണ്ട് ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ്. ഭരണഘടനയ്ക്ക് വിധേയമായ പാർട്ടി മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന സാമൂഹ്യ ജനാധിപത്യം എന്ന ഭരണഘടന സത്ത ഉൾക്കൊള്ളുന്ന ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗരായി മാറണം. അങ്ങനെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഒരു സംശയം വേണ്ട, രാജ്യത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുമല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഇച്ഛകൾക്കനുസരിച്ച് രാഷ്ട്ര സംവിധാനം മുഴുവനും മുന്നോട്ട് പോകണമെന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര കാഹളം മുഴങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അടിമത്വത്തെ അംഗീകരിച്ച പാരമ്പര്യം ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പ്രദായികതയ്ക്കില്ല എന്നതുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടും. നമുക്കതുകൊണ്ട് ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ, ഒരു ഭരണഘടനയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു രാഷ്ട്രസേവകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകണം. അതുകൊണ്ട് ഈ രാഷ്ട്രീയം നെഞ്ചിലേറ്റി ചുണ്ടുകൾ കാതുകൾക്ക് കൈമാറി വ്യാപകമായി സന്ദേശം പറഞ്ഞു കൊടുത്ത് മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഭരണഘടനയുടെയും ബഹുത്വത്തിന്റെയും പരസ്പരം അംഗീകരിക്കലിന്റെയും
ആദരവിന്റെയും ഉത്തരവാദിത്വ നിർവഹണത്തിന്റെയും രാഷ്ട്രസേവനത്തിന്റെയും ഈ രാഷ്ട്രീയം നെഞ്ചിലേറ്റി മുന്നോട്ട് പോകാൻ സാധ്യമാകണം. അതിനും നിർഭയത്വമാണ് വേണ്ടത്, സമർപ്പണ മനസ്സാണ് വേണ്ടത്. രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ത്യ അഥവാ രാജ്യം ജയിക്കണം, ഫാഷിസം തോൽക്കണം, അതാകട്ടെ നമ്മുടെ താല്പര്യം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ വൈകി വേളയിൽ ഞാൻ ഓർക്കുകയാണ്, അടിവാരത്ത് നിന്നും ആയിരത്തോളം വരുന്ന, ആയിരക്കണക്കിനെന്ന് പറയാം എന്നാണ് തോന്നുന്നത്, വാഹനങ്ങളുടെ അകമ്പടിയോടെ ഒരു സ്വീകരണ സമ്മേളനം ഒരുക്കുകയും ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയ ജനാബലി ഒരുമിച്ച് കൂട്ടിയ അസംഘാടന മികവും അതോടൊപ്പം ഇത്തരം ആശയത്തോടെ നിൽക്കാനുള്ള കോഴിക്കോടിൻ്റെ മനസ്സും, ഇത് രണ്ടും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യേണ്ടതാണ്. എനിക്ക് ബോധ്യമുണ്ട്. അതിന് ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ചരിത്രത്തിൽ നിർണായകമായ ഇടപെടലുകൾക്ക് സാഹചര്യമൊരുക്കിയിട്ടുള്ള, സംഭാവന നൽകിയിട്ടുള്ള ഈ മണ്ണിൽ നിങ്ങളുടെ ഈ സാന്നിധ്യം അതിന് മറ്റൊരു മാറ്റത്തിനു കൂടി കാരണമായി തീരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഇതിൻ്റെ മുഴുവൻ ആളുകൾക്കും, മുഴുവൻ സംഘാടകർക്കും, പാർട്ടിയുടെ ജില്ലയിലെ ഒരുമയോടെ മുന്നോട്ട് പോകുന്ന സ്നേഹബന്ധത്തോടെ, മൂല്യബോധത്തോടെ, സാഹോദര്യബോധത്തോടെ, ധാർമ്മിക ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഇതിൻ്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുതൽ ബ്രാഞ്ച് പ്രസിഡന്റ് വരെയുള്ള മുഴുവൻ ഘടകത്തെയും അഭിമാനത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടെ നിങ്ങൾക്കെല്ലാം കൃത്യമായി ഒരിക്കൽ കൂടി 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക, ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.